ഗാമിന് വഴിയിലൂടെ നടന്നു വരുമ്പോഴത്തേക്കും സുൺചോളിന്റെ ഫ്രണ്ട് ഓടി വന്നിട്ട് ഗാമിന്റെ അടുത്ത് സുൺചോൾ കുറ്റവാളിയൊന്നും അല്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അപ്പോഴേക്കും ട്രെയിനറൊക്കെ വന്നിട്ട് വീണ്ടും ആ ഒരു ഫ്രണ്ടിനെ ഉപദ്രവിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്ന ഗാമിനും അതിനിടയിൽ ഇടപെട്ടിട്ട് ആ ഒരു ട്രെയിനർക്കിട്ട് ഒരു ഇടിയൊക്കെ കൊടുക്കുകയാണ്. ഒറ്റ ഇടിയിൽ തന്നെ ട്രെയിനറുടെ ബോധവും പോകുന്നു. അങ്ങനെ ഇരിക്കെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ ഗാമിനും ചോദിക്കുന്നു. കൊലപാതകമൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ദിവസം യോൻബിക്ക് ഗ്യാങ്ങിലെ ചു എന്ന വ്യക്തി അവന്റെ രക്തമൊക്കെ പുരണ്ടിട്ടുണ്ടായിരുന്ന കത്തി കഴുകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അവനും ഇപ്പോൾ പറയുന്നത്. യോൻബിക്ക് ഗ്യാങ്ങിലെ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാര് ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ആ ഒരു കുറ്റകൃത്യമൊക്കെ ബാക്കപ്പ് ഫൈറ്റേഴ്സ് വേണം ഏറ്റെടുക്കുവാൻ. എന്നിട്ട് അവർ വേണം ജയിലിൽ പോക്കുവാൻ. ഇത്തവണ ചൂ ചെയ്ത കുറ്റമാണ് സോൺചോളിന്റെ തലയിലൊക്കെ കെട്ടിവെച്ചിട്ടുള്ളതെന്നാണ് ഫ്രണ്ടും ഗാവിനെ അറിയിക്കുന്നത്. ഗാവിനും അതൊക്കെ വിശ്വസിച്ച് എല്ലാവരുടെയും അടുത്ത് തുറന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കുട്ടികളും. പക്ഷെ സുണിച്ചോൾ പോകുന്നതിന് മുമ്പായിട്ട് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്ന നോട്ടത്തിൽ നിന്നും അവന് പഠിക്കുവാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഗാമിന്റെ ആ കണ്ണുകൊണ്ടുള്ള കാര്യത്തിലൊക്കെ എല്ലാവർക്കും വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഗാമിനെ വിശ്വസിക്കുകയാണ്. ഈ ഒരു കൊലപാതകം ഒരിക്കലും സുണിച്ചോൾ ആയിരിക്കുകയില്ല ചെയ്തിട്ടുള്ളതെന്നൊക്കെ അവരും പറയുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ഹിവോണ് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു കത്തി കഴുകിയെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം കത്തി ഇപ്പോഴും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. സോ നമ്മൾ ആ കത്തിയാണ് ആദ്യം കണ്ടെത്തേണ്ടതെന്നൊക്കെ ഗാമിനും അറിയിക്കുകയാണ്. യോൻബയ്ക്ക് ഗാങ്ങിന്റെ അടുത്തേക്കൊക്കെയാണ് ഇപ്പോൾ അവർ പോകുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഗാമിനും ജൂണും ജീവുവുമാണ് വേഷമൊക്കെ മാറി നിൽക്കുന്നത്. ഫസ്റ്റ് ടൈം ഗാമിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ജൂണിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കും 3 ബാക്കപ്പ് ഫൈറ്റേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരുമായിട്ടായിരുന്നല്ലോ നമ്മുടെ കുട്ടികൾ ആദ്യം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിലൊരാളുടെ അടുത്തൊക്കെ ചെന്നിട്ട് അവരുടെ 3 പേരുടെയും യൂണിഫോം ഒക്കെ മേടിച്ചിട്ടാണ് ഇപ്പോൾ ഇവരും എത്തിയിട്ടുള്ളത്. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുവാനായിട്ട് സെഹ്ണും ഹീവണും കുറച്ച് അകലെയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നമൊക്കെ തോന്നുകയാണെങ്കിൽ പോലീസിനെ വിളിച്ചോളാമെന്നും അവരും വാക്ക് നൽകുന്നു. വെളിയിൽ 2 സെക്യൂരിറ്റീസ് ഒക്കെ നിലപ്പുണ്ടായിരുന്നു. കുട്ടികളുടെ അടുത്ത് അവരുടെ പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ ആരുടെ യൂണിഫോം ആണ് ഇട്ടിട്ടുള്ളത് ആ ഒരു പേരൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. മാത്രമല്ല ഇവരുടെ മുഖമൊന്നും തന്നെ ഇതിനു മുമ്പ് കണ്ടതായിട്ട് സെക്യൂരിറ്റീസിന് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സ്കൂളിന്റെ ലിസ്റ്റിൽ നിന്നും ഈ 3 പേരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്ന അവരും ഇവരെ 3 പേരെയും അകത്തേക്കൊക്കെ പറഞ്ഞയക്കുന്നു. പക്ഷെ ഇതുവരെയായിട്ടും ബാക്കപ്പ് ഫൈറ്റേഴ്സിൽ ഒരു പെൺകുട്ടീനെ അവർ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാര്യത്തിൽ അവർക്കൊരു സംശയമൊക്കെ തോന്നുകയാണ്. പിന്നീട് കുട്ടികളെ വീണ്ടും അവർ പിടിച്ചു നിർത്തുന്നു. നീ എന്നെ പഠിക്കുവാനായിട്ടാണോ വന്നിട്ടുള്ളത്? നീ എന്തിനാണ് ഇവിടെ വന്നപ്പോൾ ബാഗൊക്കെ എടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഗാമിനെ കളിയാക്കുകയായിരുന്നു സെക്യൂരിറ്റീസും. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ് ടൈം എക്സാം ഒക്കെ ആകാറായല്ലോ. അതുകൊണ്ട് തന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് അവൻ ബുക്സ് ഒക്കെ ആയിട്ടാണ് നടക്കാറുള്ളത്. എന്തായാലും സെക്യൂരിറ്റീസ് അവരെ കളിയാക്കിയൊക്കെ വിടുന്നതല്ലാതെ കൂടുതൽ പ്രശ്നമൊന്നും ആക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അവരും ബിൽഡിങ്ങിനകത്തേക്കൊക്കെ കയറുന്നു. പക്ഷെ അവർ അകത്തേക്ക് കയറുമ്പോഴത്തേക്കുമാണ് അവിടെ ഒരുപാട് കുട്ടികളൊക്കെ നിൽക്കുന്ന കാഴ്ച അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബാക്കപ്പ് ഫൈറ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് യൂണിഫോം ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്ന കുട്ടികള് ഈ ഒരു ദിവസമായിരുന്നു മീറ്റിംഗ് എന്ന കാര്യം എല്ലാം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ കുട്ടികളുമായിട്ട് ഇവർ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവരിപ്പോൾ അതൊന്നും തന്നെ മനസ്സിൽ വെച്ചിട്ടില്ല. മാത്രമല്ല ഇപ്പോഴും അവരുടെ കൂടെയുള്ള ഒരാൾ കൂടി ഉണ്ടല്ലോ, ആ ഒരാള് ഇവരുടെ അടുത്ത് ദേഷ്യമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നതും. സോ വേണമെങ്കിൽ അവന്റെ ഒരു പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇതുപോലെ യൂണിഫോം ഒക്കെ അവർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നതും. എന്തായാലും ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളുടെ അടുത്ത് തിരിച്ചു വരുവാനായിട്ടൊക്കെ സെഹ്യൂണും ഹ്യൂണും പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ കൈയോടെ ചെയ്യാമെന്ന രീതിക്കാണ് കാബിനും ടീമും ഉള്ളത്. ഈ കുട്ടികളൊക്കെ മീറ്റിങ്ങിന് വേണ്ടി ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു സുൺചുളും ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഹ്യൂവിന്റെ കയ്യിൽ ഒരു ഡ്രോൺ ഒക്കെ ഉണ്ട്. ആ ഡ്രോൺ വെച്ചിട്ട് ബിൽഡിങ്ങിന്റെ ഓരോ നിലയിലും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവരും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് വഴിയൊക്കെ ആയിരുന്നു നമ്മുടെ കുട്ടികൾ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഹാനോളൻ ടീമും ഓരോ റൂമിലൊക്കെ ഉണ്ടായിരുന്നു. അവർ പോകുന്നിടം വരെ കുട്ടികളെ വെയിറ്റ് ചെയ്തതിനു ശേഷം അവർ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു റൂമിൽ കയറി പരിശോധിക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരും ഈ സ്റ്റെപ്പ് വഴി തന്നെയാണ് ഇറങ്ങുവാനായിട്ടൊക്കെ നോക്കുന്നത്. അവരുടെ ലിഫ്റ്റ് വർക്കിംഗ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും കുട്ടികൾ ഇവർ വരുന്ന സമയത്ത് തന്നെ മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനർ നിങ്ങൾ പൊക്കോ, ഞാൻ റൂഫ് ടോപ്പിൽ ഒരു ഡോറൊക്കെ അടയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലേക്ക് പോകുകയാണ്. പക്ഷേ ജീവവും ചൂണും ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് താഴത്തെ നിലയിലൊക്കെ ആയിരുന്നു. സോ അവരെ പറ്റിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ജീവു ഇരിക്കുമ്പോഴത്തേക്കുമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗാമൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓടിയ സമയത്ത് ജീവവും ചൂണും കൂടി ചേർന്ന് താഴത്തെ നിലയിലേക്കും ഗാമൻ മുകളിലത്തെ നിലയിലേക്കുമാണ് പോയത്. സോ ഗാമൻ ആയിരുന്നു റൂഫ് ടോപ്പിൽ ഉണ്ടായിരുന്നത്.
എന്തായാലും ട്രെയിനർ മുകളിലൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഗാമനും ഒരിടത്ത് ഒളിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. അയാളുടെ കണ്ണിലൊന്നും ഗാമൻ പെടുന്നില്ലെങ്കിലും ഗാമൻ ഇറങ്ങുവാനായിട്ട് നോക്കുന്ന സമയത്താണ് അയാൾ തിരിച്ചിറങ്ങി പോയപ്പോൾ അതൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് പോയതെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. ബാക്കപ്പ് ഫൈറ്റേഴ്സിന് മീറ്റിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഹാനുളും ഈ ഒരു മീറ്റിംഗിന്റെ സമയത്ത് സോണിച്ചോളിനെ വിളിച്ചു വരുത്തി കുറെ പണമൊക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നീ കൊലപാതകയ്ക്കായി മാറിയിരിക്കുകയല്ലേ, അങ്ങനെ ഇരിക്കെ നിന്റെ ഇമേജ് ഒക്കെ നഷ്ടപ്പെടാതെ നോക്കുവാനായിട്ടും ഹോസ്പിറ്റലിലെ മുത്തശ്ശന്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ടുമുള്ള പണമാണ് ഇത് എന്നൊക്കെ ആയിരുന്നു ഹാനുളും പണം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഫൈറ്റേഴ്സിനും അസൂയൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും സോണിച്ചോളിനെ പോലെയുള്ള ഒരാളെ മാറണമെന്നുള്ള ഒരു ചിന്തയൊക്കെ ഈ കുഞ്ഞു ഫൈറ്റേഴ്സിന്റെ ഉള്ളിൽ വരുത്തുവാനായിട്ടൊക്കെ ആയിരുന്നു ഹാനുളും എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിലത്തെ നിലയിലൊക്കെ ഗമൻ കുടുങ്ങി കിടക്കുകയാണ്. ഡോർക്ക് ആരെങ്കിലും തുറന്നു തരാതെ ഒരു രക്ഷയുമില്ല എന്നൊക്കെ ഗമൻ പറയുമ്പോഴത്തേക്കും അവർക്കും ഗാമന്റെ അടുത്തേക്കൊക്കെ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവിടെ മറ്റൊരാൾ എത്തുന്നത്. അതാണ് യൂബി. യൂബിയുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ജിയോ അവിടെ എത്തിയിട്ടുള്ളത്. അതേസമയം ചൂട് ഈ ഒരു യൂബിയുമായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് തയ്യാറായിക്കെ നിൽക്കുകയുമാണ്. നേരത്തെ നീയല്ലേ നമ്പർ 1 ഫൈറ്റർ ആയിട്ടുള്ള ഗാമനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചത്. ഇപ്പോഴാകട്ടെ നീ ബാക്കപ്പ് ഫൈറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുവാനായിട്ട് ഞങ്ങളുടെ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുകയാണല്ലോ. എന്തായാലും ഈ ഒരു തവണ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് യൂബിയും നേരെ ജൂണിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുവാനായിട്ടൊക്കെ ചെല്ലുന്നു. കഴിഞ്ഞ തവണ നിങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടാണ് എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുവാനായിട്ട് വന്നത്. അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കാതെ പോയത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നീ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നതായിരിക്കുമെന്നൊക്കെയാണ് ജൂൺ പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് സെഹ്യൂണും ഹിവണും കൂടി ചേർന്നിട്ട് മറ്റൊരു കാഴ്ചയൊക്കെ കാണുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഡിറ്റക്റ്റീവ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് എത്തുന്നത് എന്തായാലും സുണിച്ചോളിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടായിരിക്കും. അതിനു മുമ്പായിട്ട് തന്നെ കാവൻ പുറത്ത് കടക്കേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെ ആയിരുന്നു അവരും അറിയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഗാമനും ഡോറൊക്കെ തുറക്കുവാനായിട്ട് പാടുപെടുന്നു. ജോണും യൂബയുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അവന്റെ ചെവിയിലുണ്ടായിരുന്ന ഇയർബഡ്സ് ഒക്കെ താഴെ പോകുമ്പോഴത്തേക്കും യൂബയും അതൊക്കെ ചവിട്ടി ഞെരുക്കുന്നു. അതുകൊണ്ട് തന്നെ ജൂണിന് അവരുമായിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ജീവവും എവിഡൻസ് ഒക്കെ തപ്പുവാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവളും ഒരു മേശയിലുണ്ടായിരുന്ന ഡ്രോയർ ഒക്കെ തപ്പുമ്പോഴത്തേക്കും അതിൽ നിന്നും അവൾക്ക് കത്തിയും കിട്ടുന്നു. അവളും സേഫ് ആയിട്ടൊക്കെ കത്തി സൂക്ഷിച്ചു വെക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആയിരുന്നു നേരത്തെ റൂഫ് ടോപ്പിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രെയിനറൊക്കെ ഇപ്പോൾ ഈ ഒരു റൂമിലേക്കും കടന്നു വരുന്നത്. അവളും മേശയുടെ അടിയിലായിട്ടൊക്കെ ഒളിച്ചുമിരിക്കുന്നു. കുറെ നേരം ജീവൻ മിണ്ടാതിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു സൗണ്ടും റൂമിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ പോയി കാണുമെന്നൊക്കെ വിചാരിച്ച് അവൾ തിരിഞ്ഞൊക്കെ നോക്കുമ്പോഴത്തേക്കുമായിരുന്നു തൊട്ട് പിറകിലായിട്ടൊക്കെ അയാൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഡിറ്റക്റ്റീവ് ബിൽഡിങ്ങിന്റെ അകത്തേക്കൊക്കെ കയറി വരുമ്പോഴത്തേക്കും ഞാനായിരുന്നു ആ ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സുണിച്ചോളും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നൊക്കെ പറയുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടും അതിന് കിട്ടുന്നു. അതേസമയം റൂഫ് ടോപ്പിൽ ഒറ്റയ്ക്കായിട്ടുണ്ടായിരുന്ന ഗാമിനും ഇപ്പോൾ വാതിലൊക്കെ ചവിട്ടി പൊളിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.